ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വ്ളോഗ്. സോ അപ്പോൾ കാലങ്ങൾക്ക് ശേഷം ആ ദിവസം വന്നെത്തി. എന്ന് വെച്ചാൽ ആ ഒരു മാസം എന്ന് വെച്ചാൽ രണ്ടന്യന്മാർ ജനിച്ച ഒരേ ഒരു മാസം അല്ലേ, ഞാനും ഈച്ചും ജനിച്ച സെയിം മാസം അത് വന്നെത്തിയിരിക്കുന്നു. അപ്പോൾ ജൂൺ 8 ഈച്ചുവിൻ്റെ ബർത്ത്ഡേ. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി 12 മണിക്ക് നമ്മൾ എന്തെങ്കിലും നമ്മളൊന്ന് ഇത് ഇതാക്കണ്ടല്ലേ, നമ്മളൊന്ന് സർപ്രൈസ് ആക്കണം എന്ന് നമ്മളെ പ്ലാൻ ഉണ്ട്. ഓനോട് ഞാൻ മൈക്ക് ചോദിച്ചിനി, ഓനെ മനസ്സിലായിക്കാണോ എന്തോ എനിക്കറിയില്ല. മനസ്സിലാവാനൊന്നും വഴിയില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്, നമുക്ക് കേക്ക് മേടിക്കണം, പോപ്പർ മേടിക്കണം, പിന്നെ ബർത്ത്ഡേൻ്റെ തൊപ്പിയൊക്കെ മേടിക്കണം. അതിനും വേണ്ടി ഞാനും നിഹാലും ഉണ്ട്. നിഹാൽ ഇപ്പോൾ വ്ളോഗിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാണിച്ചാ ഹലോ ഗൈസ്, വെൽക്കം ടു ദ വ്ളോഗ്. ഓക്കെ നിഹാല, എനിക്ക് ഈച്ചുവിനെ പറ്റി എന്താ പറയല്ലേ? ഈച്ചുവിനെ പറ്റിയെന്ന് പറഞ്ഞാൽ എത്ര കാലമായി അവൻ്റെ അപ്പം പുടി എവിടെ സാധനടാ. ഈച്ചുവിനെ പറ്റിയെന്ന് പറഞ്ഞാൽ ഈച്ചുവിന് 8ാം ക്ലാസ് മുതൽ ഫസ്റ്റ് പൂക്കോടുംപാട സ്കൂൾക്ക് 8ാം ക്ലാസ്സിലെത്തി. ഇപ്പോൾ +2 വരെ 8 മുതൽ 4 5ാമത്തെ കൊല്ലം ആണ് ഞാനും ഓനും ഇപ്പോൾ ഉള്ളത്. അന്ന് മുതലേ ഫ്രണ്ട്സാണ് ഞാനും ഓനും. പിന്നെ നല്ല ക്ലോസ് ഫ്രണ്ട്സാണ്. പിന്നെ ഞാനും ഓനും പിന്നെ ഋഷിൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സൗദിയിലാണ്, ഓൻ ഇവിടെ ഇല്ല. അപ്പോൾ ഞങ്ങൾ മൂന്നാളും ഇങ്ങനെ ഒരു എന്താ ബെൽറ്റാണ്. ഞങ്ങൾ മൂന്നാളൊരു ബെൽറ്റ് മാതിരിയാണ്. അപ്പോൾ +2 വരെ ആയി, ഇനിയും ഒപ്പം ഉണ്ടാവും എന്നൊക്കെ കരുതുക. ഓൻ വേറെ വൈക്കാണ്, ഇനി ഞാൻ വേറെ വൈക്കാണ്. അപ്പോൾ എന്താ ഇപ്പോൾ 5ാമത്തെ കൊല്ലമാണ് ഞങ്ങളിപ്പോൾ ഒപ്പമല്ലേ. ചെങ്ങായി എന്ന് പറഞ്ഞാൽ എന്ത് പരിപാടിക്കും എന്തിനൊപ്പം കൂടെ നിൽക്കണ ഒരു ഫ്രണ്ട് തന്നെയാണ് ഈച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിപ്പോഴും എപ്പോഴും നമ്മളിപ്പോൾ എല്ലാവരോടും പറയണ കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ പറയാനുള്ളൂ. പിന്നെ ബർത്ത്ഡേ ആകുമ്പോൾ നമ്മളെന്തെങ്കിലും കൊടുക്കണ്ടേ അല്ലേ? അതാണ് സംഭവം. അതത്രേ ഉള്ളൂ. അപ്പോൾ ഇവലൊന്നും ബർത്ത്ഡേ ഒരൊറ്റ ഏത് ബർത്ത്ഡേ ബെല്ല് മിസ്സാക്കില്ല കേട്ടോ. എന്തിനേലും പെരയൊക്കെ സർപ്രൈസും കൊണ്ടുവരും. ഞാൻ മറന്നു പോയി കാണും, പക്ഷെ എന്നാലും ബെല്ലും മറക്കൂല. ഞാൻ ഇങ്ങനെ ഉറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ബെല്ല് 12 മണിക്ക് വന്നായിട്ട് ബെനു ഋഷിനും അൻഷു അഫിലൊക്കെ വരുന്നത്. അപ്പോൾ അൻഷു അഫിലുണ്ട്, അൻഷു പഞ്ചാബിൽ നിന്നൊക്കെ എത്തിക്കണ്, കസിൻസ് എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് ജാംജൂമിക്ക് പോയേക്കാം. അപ്പോൾ നമ്മൾ ജാംജൂമിൽ മറ്റേ ഈ ബർത്ത്ഡേൻ്റെ സെക്ഷനിലൂടെ എത്തിയേക്കാണ്. ഇവിടെ ഇതാക്കണ LHW ഇതൊക്കെ ഉണ്ട്. ഞാൻ നമുക്ക് ബർത്ത്ഡേനെ മറ്റേ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ സാധനം വാങ്ങണോ? ഇങ്ങനെ വലിച്ച് നീട്ടി കെട്ടണേ ഗ്രാൻഡ് ആക്കിയല്ലേ. അപ്പോൾ നമ്മളിവിടെ ഒരു കുത്തബ് മിനാറിൻ്റെ സൈസിലൊരു തൊപ്പി കണ്ടുപിടിച്ചിട്ടുണ്ടോ. ഇതൊക്കെ ഒരു വലിപ്പം നോക്കി, ഇതൊക്കെ തലയിലിട്ട എന്തായാലും നമ്മൾ ചെറുതാക്കാൻ പോകില്ല. നമ്മൾ ചെറുതാക്കാൻ പോകില്ല. നമ്മൾ ഇതേമാതിരി ഒരു ഇതല്ല, ഇതൊന്നുകൂടെ രസമുണ്ട്. കാരണം ഇവിടെ ചുറ്റും ഇങ്ങനെ മുട്ടുമുട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. നല്ല രസത്തിൽ ചെയ്ത് കണ്ടോ. ആരാണ് ചെയ്ത്? ഇതിന് വിലക്കുറവാണ് ഇതിനെക്കാട്ടിലും. സ്ട്രിങ് പൊട്ടിക്കണല്ലേ? നമ്മൾ പൊട്ടിച്ചൊന്നുമല്ലല്ലോ. അത് ശരി, ഞാൻ പൊട്ടിച്ചൊന്നുമല്ല. പോടുന്നു അപ്പോൾ നമ്മൾ ഇതാട്ടോ എടുത്തേക്കണേ. ഹാപ്പി ബർത്ത്ഡേ. നല്ല വലിപ്പുണ്ട്. നമ്മൾ ചെറുതൊക്കെ ഉള്ള 50 റുപ്യ. അതിനേക്കാളും വിലക്കുറവ് എങ്ങനെ 50 റുപ്യ ഉള്ളതിന്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യം ഇനി എന്തെടുക്കണം ചെയ്യാൽ പോപ്പർ. ഇത് 2 താപ്പരെ നമ്മൾ 65ൻ്റെ 2 കുറ്റി എടുത്തിക്കണ്. ആൻഡ് ബർത്ത്ഡേക്ക് മറ്റേ സൈഡിലുള്ള സാധനം ഉണ്ടോ? ബ്രൈറ്റ് ടു ബി അല്ലാതെ അവിടെ ബ്രൈറ്റ് ടു ബി വരയിലുണ്ടോ? ബ്രൈറ്റ് ടു ബി വരയിലുണ്ടായാൽ മതി, അതാ നല്ലത്. അതാണ് ഏറ്റവും. മോം ടു ബി ബ്രൈറ്റ് ടു ബി അല്ല, അതൊക്കെ നമ്മളെ കയ്യിലുണ്ട്. ഇതിനെവിടെയും ഇത് കണ്ടോക്കൂ. ഹാപ്പി ബർത്ത്ഡേ. ഈ ബർത്ത്ഡേൻ്റെ കണ്ണാടി ഉണ്ടോ? ബ്രൈറ്റ് ടു ബീൻ്റെ കണ്ണാടുണ്ട്, ബർത്ത്ഡേൻ്റെ കണ്ണാടല്ല പോകുന്നുണ്ട്. ആക്കണ് ഇത് വേണോ? ഇത് രസമല്ലേ? കളർ തന്നെ ഉള്ളൂ എന്നുണ്ട്. സാൾട്ട് എന്താ പറയുക, ഇത് പിന്നെ സ്റ്റിക്കറാടാ. ഇതുവരെ ഇതൊന്നും നമുക്ക് പൊടി തട്ടിയാൽ ശരിയാക്കാനുള്ളൂ. ചെറുതായിട്ട് പൊടിയൊക്കെ ഉണ്ട്, പക്ഷേ നമുക്കൊന്ന് തട്ടിയെടുക്കാം. അതാട്ടോ നമ്മൾ എടുക്കണേ. അപ്പോൾ ഈ ബർത്ത്ഡേ ഇങ്ങനെ ഒരു കൂളിംഗ് ഗ്ലാസ് കൊടുത്തു. ചാരിയോ? അത് നമ്മൾ ചാവി, വണ്ടീൻ്റെ ചാവി. അത് ശരി. ഇനി നമ്മൾ സ്നോ സ്പ്രേ നൂൽ സ്പ്രേ എടുക്കണം. ഞാലേ സ്നോ സ്പ്രേ ഒരു 2 അല്ല 3 സ്നോ സ്പ്രേ എടുക്കാം. ഒരു നൂൽ സ്പ്രേ വരെ ഒരു നൂൽ സ്പ്രേ വരെ ഓക്കെ. ഏത് ഷീറ്റോ?
ഇതെന്താ തലേ കെട്ടണതോ? എന്താ തലേ കെട്ടണ? ഇതൊന്ന് തലേ കെട്ടണാണോ? എനിക്കറിയില്ല കേട്ടോ. നമ്മളിനി എന്താ മറ്റേ ബർത്ത്ഡേൻ്റെ ഇത് ഇവിടെ കാണുന്നില്ല, മൂപ്പരോട് ചോദിച്ചിട്ട് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാട്ടോ നമ്മൾ എടുത്ത സാധനങ്ങൾ. ഇതാ 2 പോപ്പർ എടുത്താണ്, 3 സ്നോ സ്പ്രേ. അപ്പോൾ നമ്മൾ ബർത്ത്ഡേക്ക് പകരം കിങ് എന്ന് പറഞ്ഞൊരു സാധനം എടുത്തിട്ട് കേട്ടോ. കിങ് എന്ന് പറഞ്ഞുള്ള സൈഡിലിടണ നമ്മൾ ഈ ശാളം വരിയിടുന്ന സാധനം. നമ്മൾ ബ്രൈറ്റ് ടു ബി ഒക്കെ എന്നോ ഇതായതുകൊണ്ട് നമ്മളിനി കിങ് ആണ് ഇനി കളിക്കാൻ പോണത്. ഇനി നമുക്ക് ബർത്ത്ഡേൻ്റെ ഒരു ഗ്ലാസ് എടുത്താണ്, പിന്നെ ഒരു തൊപ്പി, പിന്നെ ഇപ്പം എന്താ സ്നോ സ്പ്രേ പറഞ്ഞ്, പിന്നെ ഇങ്ങനത്തെ 2 സാധനങ്ങളും. അവന് 19 വയസ്സാവണോണ്ട് ഇത് 19 നല്ലൊരു വയസ്സിൻ്റെ കട്ടായില്ലേ? കട്ടായില്ലേ? 19 വയസ്സെന്നുള്ളതിൻ്റെ ഒരു 2 സാധനങ്ങളും. അപ്പോൾ ഇത് നമ്മൾ അലങ്കാരങ്ങളൊക്കെ റെഡിയായി. ഇനി നമുക്ക് കേക്ക് മേടിക്കാൻ പോകണം. അപ്പോൾ കേക്ക് മേടിക്കാൻ പോവാം. വീഡിയോ എടുക്കട്ടെ. അപ്പോൾ നമ്മൾ കേക്ക് കൊണ്ട് വന്നിരിക്കണേ. അപ്പോൾ നമ്മളെടുത്ത കേക്ക് പറഞ്ഞാൽ നട്ടി ബബിൾ പറഞ്ഞ കേക്കാണ്. അല്ല നട്ടി ബബിൾ പറഞ്ഞ കേക്കാണ്. അപ്പോൾ അതിമഞ്ഞ് പേരേന്ന് ചോദിക്കുന്നുണ്ട്. നമ്മൾ എഴുതേണ്ടത് ഹാപ്പി ബർത്ത്ഡേ ഈച്ചു CHU മതി. ഹാപ്പി ബർത്ത്ഡേ ബീഡ് ചില്ലനല്ലേ? ഓക്കെ. ഈ 3 ഇട്ടോളി. CHU മതി. എമ്പടം സെറ്റ്. എന്നാണ് നമ്മൾ കേക്ക്. നല്ല രസമുള്ള കേക്കാട്ടോ. കുറേ ബബിൾസൊക്കെ ഇങ്ങനെ നിൽക്കണേ. നല്ല രസമുള്ള കേക്കാണ്. നട്ടി ബബിൾ എന്നല്ല കേക്കിൻ്റെ പേര്? നട്ടി ബബിൾ. നമ്മൾ 1 kg കേക്കാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി സർപ്രൈസ് ആക്കാൻ പോവാം. ഓക്കെ സെറ്റ്. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ 500 റൂമിലാണ് നിൽക്കുന്നത്. സമയം 12 മണി ആയിക്കണം. പക്ഷേ പ്ലാൻ ആകെ മാറി. ഇമ്മച്ചിനോട് ഞാൻ കേക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. പക്ഷേ ഇമ്മച്ചിനോട് പ്ലാൻ പറയണ്ടേ? അതിന് ഈച്ച് കിടക്കണത് ഇമ്മച്ചിൻ്റെ അടുത്താണ്. അപ്പം നമുക്ക് പ്ലാനാകെ പാളി. അപ്പം ഇനി നമ്മൾ ആദ്യം ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇവിടെ വാങ്ങിയ ചെറിയൊരു കേക്ക് ഉണ്ട്. അതൊക്കെ മുറിച്ചിട്ട് നമ്മളിങ്ങനെ ചെറിയൊരു കേക്ക് എന്നുള്ള രീതിയിൽ ഞാൻ നല്ലൊരു പരിപാടിയിൽ ഇവിടെ കുറേ മുന്നേ വാങ്ങിച്ചൊരു പോപ്പറുണ്ട്. അത് പൊട്ടിച്ചിട്ട് ചെറിയൊരു പരിപാടി എന്നുള്ള രീതിയിൽ നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. സ്കോ അപ്പം കേട്ടോ നമ്മൾ കേക്ക് വേണം. കേക്ക് ഇതാട്ടോ നമ്മൾ കത്തിയാൻ ഓടിച്ചാണ്. അപ്പോൾ ഇത് ലോക്കൽ സെറ്റപ്പ്. കുറച്ച് കഴിഞ്ഞാൽ കസിൻസൊക്കെ വന്നിട്ട് പിന്നെ ഉറങ്ങി കഴിഞ്ഞിട്ട് ഉറക്കത്തിൽ നിന്ന് എണീപ്പിച്ചിട്ട് എന്നുള്ളൊരു പ്ലാനാണ്. അപ്പം നമ്മളിപ്പോൾ ഒരു ലോക്കൽ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഇതേ ഉള്ളൂ നല്ല രീതിയിൽ അവനെ ബോധിപ്പിക്കാൻ വേണ്ടി. മനസ്സിലാവുള്ളേ? അതിൽ മനസ്സിലാവുണ്ടാവും. അപ്പോൾ നമുക്ക് ചെന്നോക്കാം. ലെസ്കോ. ഒരു ചെറിയ പോപ്പറും ഉണ്ട് കേട്ടോ നമ്മളടുത്ത്. അപ്പോൾ നമ്മൾ ആ പോപ്പറിൽ ചെന്ന് പൊട്ടിച്ചാൽ ലെസ്കോ. കോൺഫിഡൻസ് ഉണ്ട്. പോടാ. ഹാപ്പി ബർത്ത്ഡേ. ലൈറ്റ് നീച്ച് ദിട്. അപ്പോൾ നമ്മൾ ചെറുതായിട്ടൊരു എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. ഞാനത് മറന്നു അതിന് ചെറുതായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു കേക്ക് എടുത്തിട്ട് നമ്മളെന്തായാലും നമ്മൾ ആഘോഷിക്കാൻ നമ്മൾ മറക്കുന്നില്ല. ഇവിടെ ഒരു പോപ്പറും ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു ഒരേ സമയത്ത്. ഇൻഷാ അല്ലാ കുറിച്ചല്ലേ? കേട്ടോ ഞാൻ ഒരു ദൂരം നടട്ടെ. വിരിമ്മച്ചി വിരി.
കേക്ക് സെറ്റ് ആയില്ലേ തേങ്ങ വാങ്ങിയ കേക്ക് തന്നെ എനിക്ക് മുറിച്ചത് മറന്നു വേടാ. അപ്പം നമ്മള് ഇത് കുറച്ച് മുന്നേ ബെൽബല് കൊടുന്ന കേക്ക് ദിമ്മൂടെ പൊട്ടിച്ചേ ഇതിമ്മക്കട ആവുന്ന കരുതിയില്ല. കൊട റെഡിയാണ്. ശേ ഇതിപ്പോ ഞാൻ നാളെ തന്നെ അടിച്ചിരേണ്ടി വരില്ലേ? അല്ല ഒരു പേടിയും വേണ്ട. നിഹാലും 2 ജൂലൈ ഇതെന്തായാലും ചെറിയ പോപ്പർ തന്നെ എത്ര സാധനം ഉണ്ടല്ലേ. അപ്പോൾ നമ്മളെന്തായാലും കേക്ക് മുറിച്ചാൻ പോവാണ്. ഇതിൽ വെച്ചിട്ട് മുറിച്ചോ. അങ്ങനെ തീക്ക് വെച്ചോ. അതിൽ ഉറുമ്പുണ്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഈച്ചു, ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഈച്ചുന് എത്ര വയസ്സായി? 19 വയസ്സായിട്ടാ. കെട്ടിച്ചാല വയസ്സായിക്കണേ. കെട്ടിച്ചാൻ ഒരാളവിടെ ഉണ്ട്. അപ്പൊ ഈച്ചുന് 19ാമത്തെ ബർത്ത്ഡേ ആട്ടൊന്ന്. തരിക്കുമ്പോ വാലിടാൻ പാടില്ല. പല്ല് വാങ്ങിച്ചിട്ട് അപ്പൊ ഞങ്ങൾക്ക് രണ്ടാളും ബർത്ത്ഡേ ഒരേ മാസമാണ് കേട്ടോ. അതുകൊണ്ട് ഒറ്റ ആഘോഷം. ജൂൺ 8-നും 29 അല്ലേ അന്നൊക്കെ തന്നെ തരികയാണ്. അതാ അത് ശരി. അന്നൊക്കെ കേക്ക് ഉണ്ടാവില്ല. അത് ശരി. ജന്റിന് വല്ലാതെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് വേണ്ട. ഇതെവിടെ അർച്ചുവിന്റെ ബാക്കിയുള്ള പോപ്പറോ? ഞാൻ അവിടെ പോയി എടുത്തോണ്ടപ്പോ എനിക്ക് സംശയം വന്നോ? എനിക്ക് ആദ്യം ഡൗട്ട് വന്നിട്ട് നിഹാൽ ഇവിടെ നിന്നപ്പോ വേറെ കാര്യം ഓല അങ്ങനെ ഇതാക്കണല്ലേ, അറിയാത്ത പോലെ നിൽക്കാതെ നിഹാല് വോയിസ് ഒക്കെ എനിക്ക് കേൾപ്പിച്ചില്ല. ചേട്ടാ ഞാൻ കൊണ്ടുവരാൻ വരൂല കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കസിൻ കൊണ്ടുവരാൻ വരുന്നാണ് പറഞ്ഞിരുന്നത്. എന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ ഓൻ വരുന്നില്ല, ഓൻ ചാമ്പി ചോദിച്ചു. എന്നിട്ട് എന്റെ മുന്നിൽ നിന്ന് അവന്റെ വോയിസ് ഇട്ടേക്കടാ ഞാൻ വരുന്നില്ല കേട്ടോ. ഇനിയിപ്പോ അതിലും വലിയ ശുദ്ധ മലയാളത്തിലൊക്കെ അപ്പോൾ ബർത്ത്ഡേ കഴിഞ്ഞാലും റിസൾട്ട് കഴിഞ്ഞാലും എന്തിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഇതാണ്. ഉമ്മച്ചി ഇത് അതേമാതിരി അവിടെ കുത്തിർക്കും. നമ്മൾ അടിച്ചു തരേണ്ടി വരും. ഉമ്മച്ചി പറഞ്ഞിനി ഒരു വാണിങ് തന്നിനി നമുക്ക് പൊട്ടിച്ചണ്ട പറഞ്ഞിനി. പക്ഷെ എന്നാലും നമുക്കൊരു ഇത് അതാണ് ഈ റിസൾട്ടിന് ഞാൻ അത് അറിഞ്ഞതാണ്. ഇതൊക്കെ റിസൾട്ടിന് എനിക്ക് ഞാൻ അത് ഭയങ്കര അനുഭവിച്ചേനി. കാരണം 3 എൻ്റെ റൂമിൽ നിന്ന് ഒരേ സമയം പൊട്ടിച്ചേനി നൂലും ഇതൊക്കെ. അപ്പോൾ അപ്പോൾ എന്താണേലും അവസാനം നമ്മൾ തന്നെ അടിച്ചു തരണം. ആരും ഇപ്പോൾ സഹായിച്ചാനൊന്നും ഉണ്ടാവില്ല. ഇതെത്ര പൊട്ടിച്ചാലും നമുക്ക് ഇതാവില്ല, പഠിച്ചൂല. പക്ഷെ നമ്മളിങ്ങനെ അടിച്ചു വരുമ്പോൾ നമ്മളിങ്ങനെ റിഗ്രറ്റ് അടിക്കും. ഓഫ് എന്തിനാ അപ്പോൾ ഇത് പൊട്ടിച്ചത്, ഇത്ര പതി അതിൻ്റെ ആവശ്യം എന്തെങ്കിലും. ഒരു സ്നോ സ്പ്രേ അടിച്ചാൽ അത്ര ഇതില്ല ഇഞ്ഞല്ലോ എന്നൊക്കെ എഴുതും. പക്ഷേ എന്നാലും അടിച്ചു തരട്ടെ. ബൈ. അതാണ്. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനിയാണ് ശരിക്കുള്ള സർപ്രൈസ് കേട്ടോ. നേരത്തെ നമ്മൾ ഒരു പറ്റിക്കാൻ വേണ്ടി അൻഷുവിൻ്റെ പ്ലാനാണ് ഉണ്ടത്. പറ്റിക്കാൻ വേണ്ടിയില്ലേ ചെറിയൊരു കേക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ബലി കൊടുന്ന ലുലു കൊടുന്ന കേക്ക് കൊടുത്തോട് പറ്റിച്ചു. ഉമ്മച്ചിക്ക് അറിയാൻ കേട്ടോ. ഉമ്മച്ചിനോട് ഞാൻ വണ്ടി പോയി പറഞ്ഞു, ഉമ്മച്ചിയെ പറയില്ലേ, നിങ്ങൾക്ക് അറിയാലോ, ഇത് പറയില്ല കേട്ടോ പറഞ്ഞു. ഇതാട്ടോ അപ്പോൾ നമ്മൾ കേക്ക് നമ്മളിങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ട് 19 വെച്ചാണ്ട് ഹാപ്പി ബർത്ത്ഡേ അയച്ചു. എന്തായാലും നട്ടി ബബിളി നാട്ടത്തിൻ്റെ പേര്. ഇതാണ് ബബിളി, ഇതാണ് നട്ട്സ്. പിന്നെ ഇങ്ങനെ നമ്മൾ ഈ സാധനമൊക്കെ കിട്ടിയിരിക്കുന്നു. പിന്നെ ഇവിടെ ഇതാണ് നമ്മൾ തൊപ്പിണ്ട്. മണ്ടിപ്പോയി നമ്മൾ ആദ്യം ഓൺ റൂമിൽ നമുക്ക് പോപ്പർ ഓടിച്ചാൻ പറ്റില്ല. നമ്മൾ ഓൺ റൂമിൽ പോയി മണ്ടിപ്പോയി സ്ലോ അടിച്ചിട്ട് ഓനെ പതപ്പിച്ചിട്ട് ഇത് തലയിടും ഇതിടും ഇത് സൈഡിലിട്ടിട്ട് നമ്മൾ കൊണ്ടുവരും. ഈച്ചില്ലേ ഈച്ചു ഉറക്കം കിട്ടാതെ ഇങ്ങനെ നിൽക്കണ്ട അവിടെ. അപ്പോൾ നിൽക്കുക ചിലപ്പോൾ ചീത്തയൊക്കെ കിട്ടും. എന്തായാലും പോയോക്ക സെറ്റ് പോയേക്കാം. വെളിച്ചല്ല, അതുകൊണ്ട് നമ്മൾ എൻ്റെ റൂമത്തെ സ്ട്രീമിങ്ങിൻ്റെ റിംഗ് ലൈറ്റും അവിടെ കൊടുത്തിരിക്കണ്. അപ്പോൾ പോയേക്കല്ലേ നമുക്ക്. അഫ്ലതേ പോവല്ലേ? ചീത്തട്ടൊന്ന് ഉറപ്പാണ്. പുതപ്പും കൂടെ ആക്കണ്ട കേട്ടോ. ശരിയാണ്, ഓന് ഉറക്കം കിട്ടിയിട്ടില്ലെന്ന്. നമുക്ക് പോയോക്കട്ടാ. എടാ നൂല് വേണ്ട, നൂല് ഇവിടുന്ന് വെക്കാം. എന്നാ വാ. ഇജ്ജ് വരുന്നില്ല മോൾക്ക്? ഓക്കെ. 3 സ്നോ ഇതൊക്കെ ഒരു ദിവസം ഉണ്ടാവുള്ളൂ.
നിങ്ങൾ അങ്ങനെ പറയല്ലേ. ഇനി എന്തൊക്കെയല്ലേ പോയേക്കല്ലേ പോയേക്കല്ലേ പോയേക്കട്ടോ. അപ്പൊ നമുക്ക് പോയേക്കട്ടോ. പൊതുപ്പൂരിക്കോ എന്തായാലും സഹിച്ചണം. ഹാപ്പി ബർത്ത്ഡേ. നാച്ചുറൽ ആക്ടിങ് അല്ലേ? എങ്ങനെയുണ്ട് മിനി ബർത്ത്ഡേ? ഞങ്ങളെ ആക്ടിങ് എന്നും പബ്ജി കളിച്ചേ ഇവന് ഇന്ന് ഉറങ്ങണം. ഞാനോട് ചോദിച്ചു അവന് എന്തൊരു ആക്ടിങ്. അല്ല എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ശുദ്ധ മലയാളം വരെ. ശുദ്ധ മലയാളം ഞാൻ പറഞ്ഞില്ല, വെറുതെ പറയാം. എന്തായാലും അടിച്ചല്ലടാ എടാ, സ്നോ സ്പ്രേ അടിച്ചല്ലടാ. ഇപ്പൊ നമ്മള് സെറ്റപ്പ് ആക്കിയ സാധനം കേട്ടാ. കിങ് കിങ് അത് തലമന്നി കേട്ടോ നോക്കിട്ടോ. സ്ട്രിങ് കൂട്ടി സ്ട്രിങ്ങിലോ കഴിഞ്ഞു. അടിക്കല്ലേ അടിക്കല്ലേ. ഓടി വാ. എങ്ങോട്ടാ ട്വിസ്റ്റ് ചെയ്യണ്ടോ? ഓക്കെ 3, 2, 1. എന്റെ മനസ്സാണ്. നൂലെവിടെ നൂൽ സ്പ്രേടെ. ഒരു സാധനം പടണ്ട്. ഒന്ന് കുടിച്ചാ തിന്നാൻ പോയി തിന്നീനി മൈക്ക് തിരിച്ചുപിടിച്ചടിച്ചോ? അപ്പൊ ഇതാട്ട് നമ്മളെ സെറ്റപ്പ്. കേക്ക് കാണിച്ചു പിടിക്കും. കേക്ക് കണ്ടിട്ടില്ല. അല്ല കഴിഞ്ഞ് കേക്ക് ഇല്ല കേക്ക് കാണിച്ചു തുടങ്ങി. കേക്ക് എങ്ങനെയുണ്ട്? നട്ടി ബബിളി. ഇത് വാങ്ങാനല്ലേ നിങ്ങള് കാറില് പോയിന്? അല്ലേ ആണോ? ഞാൻ ചായ പിടിച്ചാൻ പോയത് ഓർമ്മ ഉണ്ടോ? ഫർസാന്റെ ഒപ്പം ഓർമ്മ ഉണ്ടോ? നിങ്ങളെ പണി അങ്ങനെയാണെന്ന് എക്സ്പെക്ട് ചെയ്തില്ല. എക്സ്പെക്ടേഷൻ പാടിട്ടോ. ഇതുണ്ടാവും നീ കുറപ്പില്ല. ഇങ്ങനെ എന്തൊരു ഹോപ്പിടലാണിത്. അടുത്ത പറഞ്ഞാലും ഒരു പ്രതീക്ഷ ആരും കൊടുക്കരുതോ. അടുത്ത പറഞ്ഞാൽ ഒന്നുമില്ല, പൊട്ടിച്ചാതൊക്കെയാണ്. ഇത് ഇങ്ങനെ പ്രതീക്ഷ വെച്ചാലോ? ഒരു 20 വയസ്സ് വരെ മതി ഇതൊക്കെ. അത് കഴിഞ്ഞാ ഉത്തരവാദിത്തങ്ങളായി. മതി മുറിച്ച ഇത് വേണ്ടട്ടോ. ഫുള്ളി ചാടി പോണ്ട്. ഇതിന് നൂല് പൊട്ടിക്കണ്. നൂല് ഞാൻ നല്ലതാ പിന്നെ ഇതിങ്ങനെ വെക്കണ്ട. നല്ല ഇത് വരും. ഇതൊക്കെ കഴിഞ്ഞിട്ടേ അടിച്ചു ഞാനും വരുമ്പോ പൊട്ടിച്ച ഞാനും വരുമ്പോ പോരെ. എന്തിനങ്ങനെ പൈസ പൊട്ടിച്ച് കളയുന്ന? എടാ വാണ്ടടാ, അത് നാളെ അംഗനവാടിന്ന് പൊട്ടിച്ച. അംഗനവാടി അവൾക്ക് കുട്ടിയൊക്കെ ഇഷ്ട.
അങ്കലവാടി പൊട്ടിച്ചാ പിന്നെ അത് സീനാവും കേട്ടോ. ഒന്നുമില്ല ഓൽക്ക് ഇഷ്ടം. ഇതിപ്പോ ഇനി എത്ര അടിച്ചു തരാണ്ട് ഇതന്നെ ഇപ്പൊ ഇത്. ഇതൊന്നും മതിയായിട്ടില്ല, എനിക്ക് പൊട്ടിച്ച് കൂട്ടുകയാണല്ലോ എന്നിട്ടോ. അത് പിന്നെ നമ്മളങ്ങനെ മതിയായി പറയും. എടുത്തേക്ക് വട്ടത്തിലേക്ക് ആ കൊണ്ടുവന്ന് മാറ്റി അപ്പളും കണ്ടു നിഹാലും കണ്ടേക്ക് നല്ല ഇതൊന്ന് വായിക്കാം. അത് 16 19. 19 3 2 ഇത് പഠിച്ചാൻ പറ്റും. ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ ടു യു. ആദ്യം മെസ്സി കൊടുക്കും. അല്ലല്ല, ഓൽക്കൊക്കെ ആദ്യം അത് ശരി ഷുഗർ അല്ലേ ശരി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ക്യാമറമാൻമാരൊക്കെ ക്യാമറമാൻ കഴിച്ചു മണി ഇപ്പം പ്രതീക്ഷിക്കണേലും ഇപ്പം പ്രതീക്ഷിക്കാത്ത കുറേ കാര്യങ്ങൾ നടന്നു കേട്ടോ. ഞാനാണ് പോയി കേക്ക് മേടിച്ചത്, അത് ഇപ്പം അറിയില്ല, ഇപ്പം ബലി പോയി മേടിച്ചു എന്നാണ് എഴുതിയത്. സ്കൂട്ടിമിലൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, കുണ്ടും ചാടും ഇങ്ങനെ കൊണ്ടും ഓരോ കുണ്ടി ചാടുമ്പോൾ പേടിയാണ്. ഇതിമത്തെ ഈച്ചൊന്നുമില്ല, ഏത്ത് മായോ എന്ന് എഴുതിയുണ്ട്. അത് പേടിയാണ് ഇങ്ങനെ ഈ സാധനമൊക്കെ പൊട്ടുന്ന ഇതിൽ. അപ്പോൾ സർപ്രൈസ് ആണോ ജി? ഹാപ്പിയാണോ? ഡബിൾ നമ്മൾ ആദ്യം എങ്ങനെയുണ്ട് ആ നാക്ക് എങ്ങനെയുണ്ട്? ആദ്യം ചെന്ന് ഇതായില്ലേ എന്താണ് ആദ്യം ചെന്ന് പ്രതീക്ഷിച്ചില്ല, അതെ അയിമ കഴിഞ്ഞു എന്നൊക്കെ. സംഭവം പാളിക്കണ്, എനക്കൊന്നും മനസ്സിലായില്ല. ഒക്കെ എനിക്ക് മനസ്സിലായി, ഒക്കെ ഞാൻ അല്ല ഇവന്റെ ഞാൻ 8ാം ക്ലാസ് തൊട്ട് കാണുന്നുണ്ട്. എന്ത് ഇങ്ങനൊരു സീനുണ്ട്. 5 കൊല്ലായടാ, 5 കൊല്ലായി. ഇവനെ പണ്ടോട്ടേ കാണുന്നുണ്ട്. ഇവൻ എന്തായാലും ഇവന് മനസ്സിലാവും. ഇപ്പൊ റൂമിൽ നിന്ന് തിരിച്ചു പോയി, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ് ഇങ്ങനെ റൂമിൽ നിന്ന് നീച്ച് പോവല്ലാതെ ഇപ്പൊ ഇങ്ങോട്ട് എത്താൻ പറ്റൂലല്ലോ. അത് ശരി, സർപ്രൈസ് വരുമ്പോ കുറച്ചൊക്കെ ഫെയിലിയേഴ്സ് ഉണ്ടാവും, പക്ഷെ സർപ്രൈസ് അല്ലേ ജി? അതാണ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹാപ്പി അല്ലേ? അപ്പൊ നമ്മളെ ഇന്നത്തെ വ്ളോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ തൊട്ടാട്ടോ, കാരണം നേരത്തെ നമ്മള് മോന്റെ മുന്നിൽ ആക്ട് ചെയ്യേണ്ടി വന്നു. നമ്മൾ ചെറിയ കുറിച്ചപ്പോ എങ്ങനെയുണ്ട്? കിങ് ആന് വരുമ്പോ അഞ്ഞൂറ് ഇട്ട് കൊടുക്കാം, എന്തിനും പറ്റും. നമ്മൾ ബ്രൈറ്റ് ബി മാരിയില്ല, എവിടേക്കും വരും ആർക്കും വരും ഉണ്ടാവും. ബ്രൈറ്റ് ബി എല്ലാത്തിനും പറ്റും, നമ്മളെല്ലാത്തിനും ഇട്ടിക്കണ്. ബ്രൈറ്റ് ബി ഹാപ്പി ആനിവേഴ്സറി കിങ് ബർത്ത്ഡേ എല്ലാം ഉണ്ടായി. നമ്മളെ മേടിച്ചില്ല, നമ്മള് കിങ്ങിന്റെ മേടിച്ചു. അപ്പോ എപ്പോഴും ഇടാം, ഇതെപ്പോഴും ഇടാം. ഇന്നിപ്പോ ഞാനല്ലേ രാജാവ്, ഇന്നിപ്പോ രാജാവ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വ്ളോഗ് കണ്ട എല്ലാവരും ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഗൂഗിൾ പേ ചെയ്യാം. അപ്പൊ താങ്ക് യു ഗൈസ്, ബൈ. എല്ലാവരും ഇങ്ങോട്ട് എല്ലാവരും ബൈ പിടിക്കും. അപ്പൊ ഇതൊക്കെ നമ്മളെ കസിൻസ് ആണ്, ഇതൊക്കെ നമ്മളെ കസിൻസ് ആട്ടോ. എല്ലാവർക്കും അത്യാവശ്യം ഇവരൊക്കെ നമ്മളെ കസിൻസ് ആണ്. നമ്മൾ വീഡിയോ എടുക്കണം. അഫ്ലും കസിനാട്ടോ. അഫ്ലുവിനെ പെണ്ണിനെ എടുക്കുക. അജു പോവല്ലേ? അതാ അത് ശരി കേട്ടോ, ഇതൊക്കെ നമ്മളെ കസിൻസ് ആണ്. അപ്പോൾ ഇത്ര ഉള്ള ബർത്ത്ഡേ വ്ളോഗ്. ഇപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗായ്സ്, ബൈ ഗായ്സ്. തിരിച്ചൊരു ബൈ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ ബൈ. കറക്റ്റാ? ഓക്കെ ബൈ.